മോഹൻലാലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ പറയാറുണ്ട് നമ്മുടെ അടുത്ത് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു അറിയും. മോഹൻലാലിനെ കണ്ട കെട്ടിപ്പിടിക്കാൻ കുട്ടികൾക്ക് തോന്നും. ആ ഓർ എങ്ങനെ വർത്തണമെന്ന് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് ആഗ്രഹം. അപ്പൊ നാളെ ഒരു സൂയിസൈഡിന് വരെ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. എന്ത് ചെയ്തിട്ടും പൈസ കയ്യിലേക്ക് വരാത്ത ആൾക്കാരുണ്ടാവും. ഇതിനെല്ലാത്തിനും മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. 100%. അതാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്, വാട്ട് യു തിങ്ക് യു ബിക്കം, വാട്ട് യു ഫീൽ യു അട്രാക്ട്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളായിട്ട് മാറുകയാണ്, നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മളിലോട്ട് വന്നു ചേരുക. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഒരു വിഗ്രഹം നമ്മുടെ മുമ്പിലുണ്ട്. വിഗ്രഹം ശരിക്കും ദൈവമല്ല, വിഗ്രഹം ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഫിസിക്കൽ റിലേഷൻഷിപ്പിന് പവർ കൂട്ടാൻ വേണ്ടി സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില സ്ത്രീകൾ നമ്മളോട് വിളിച്ചു പറയും, ബസ്സിലൊക്കെ പോകണമെങ്കിൽ ഒരാൾ ടച്ച് ചെയ്താലും അവർക്ക് ഒരു താല്പര്യം തോന്നും സെക്സിനോടുള്ള. അപ്പൊ അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പുറത്തിറങ്ങില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസിലാണ് മാസ്റ്റർബേഷൻ. നമ്മൾ ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അവിടെ വയറിംഗ് ചെയ്യപ്പെടും. തെറ്റായ രീതിയിലുള്ള ലൈംഗികത പിന്നെ അവിടെ പ്രോഗ്രാം ചെയ്യും. കല്യാണം കഴിഞ്ഞാലും അവർക്ക് എന്റെ വൈഫ് ഒന്ന് പോയിട്ട് വേണം എനിക്കൊന്ന് മാസ്റ്റർബേറ്റ് ചെയ്യാന്നുള്ള ചിന്തയിലാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ എന്തായാലും പുതിയ വിശേഷം കേട്ടേ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ഒരു അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മാത്രമല്ല, ഇത് ഈ ഇന്റർവ്യൂ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇന്റർവ്യൂ ഒരു സ്പെഷ്യൽ ആയിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ട്. പലരും പറഞ്ഞിട്ടില്ലേ, എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അവസാനിപ്പിക്കുന്നില്ല എനിക്കറിയില്ല, ഇതൊന്നും ഒരിക്കലും തീരൂല എന്നൊക്കെ പറയില്ലേ. ഇതിനെല്ലാത്തിനും ഓരോ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ അന്വേഷിക്കാത്തതുകൊണ്ട് നമ്മുടെ ചുറ്റും എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് കയറ്റുക, അത് മെഡിറ്റേഷനിലൂടെ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൂടെയും പല പല സ്ഥലങ്ങളിലൂടെയും ആൾക്കാരുടെ മൗത്ത് പബ്ലിസിറ്റി കൂടിയായിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്. അജീവ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ക്യാമ്പിങ്ങിലൂടെ പലരെയും ജീവിതത്തിലേക്ക് മെഡിറ്റേഷനിലൂടെ കൈപിടിച്ച് കയറ്റിയ ഒരാൾ നമ്മുടെ സ്വന്തം അജീബ് ബാബയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. ഒരുപാട് സന്തോഷം ഈ തിരക്കിനിടയിൽ നമുക്ക് കുറച്ച് സമയം തന്നതിൽ. നമ്മളിങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ സെലിബ്രിറ്റി ഇന്റർവ്യൂസിന്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഇന്റർവ്യൂസും കൂടി നിങ്ങൾ ചെയ്യണേ എന്ന് പറയും. എല്ലാ രണ്ട് ഉപകാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർക്ക് കുറച്ചും കൂടി ഒന്ന് കണക്ട് ആവുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോരുത്തരെ തപ്പി നടക്കുമ്പോഴാണ് താങ്കളുടെ പേര് ഒരുപാട് പേര് നിർദ്ദേശിച്ചത്. ഏതായാലും സന്തോഷം കേട്ടോ നമ്മൾ വിളിച്ചപ്പോ. നമുക്ക് എന്താ വെച്ചാൽ സമയം വളരെ കുറച്ചുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ താങ്കളിൽ നിന്ന് അറിയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ആളുകളിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് മെഡിറ്റേഷൻ, എന്തിനാണ് മെഡിറ്റേഷൻ? അതേ നമുക്ക് തുടങ്ങാം. ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം മെഡിറ്റേഷനിലൂടെ സാധ്യമാണ്. അതായത് നമ്മുടെ മനസ്സിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. നമുക്കൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, കരിയർ റിലേറ്റഡ് ഇഷ്യൂസ്, എല്ലാ ഇഷ്യൂസും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും അല്ലേ? കാരണം നമ്മുടെ മനസ്സിലൂടെയാണ് ലോകത്തെ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലല്ലേ മാറ്റം വരുത്തേണ്ടത്? തീർച്ചയായിട്ടും. അപ്പൊ മനസ്സിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോൺ സോഫ്റ്റ്വെയർ എന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫോൺ ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പോലെ ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ. നമ്മുടെ മനസ്സിനെ തിരിച്ചറിയാനും നമ്മളും യൂണിവേഴ്സായിട്ട്, നമ്മളും ഈ പ്രപഞ്ച ബോധമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ശരിക്കും അത് ചെയ്യുന്നതോട് കൂടി തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം വരുന്നുള്ളതാണ്, എന്ത് പ്രശ്നമാണെങ്കിലും. പിന്നെ ഞാൻ ഈ സെക്ടറിൽ എത്തിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഓരോ സോളിനൊരു പർപ്പസ് ഉണ്ട്. ഇപ്പം നമ്മൾ ശ്രീനാഥായിട്ട് സംസാരിച്ച സമയത്ത്, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. കുറെ കാര്യങ്ങൾ എനിക്ക് ശ്രീനാഥിനെ കൂടുതൽ പേഴ്സണലി അറിയത്തില്ല, പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറെ അല്ലേ. അപ്പൊ അത് നമ്മുടെ സോൾ റീഡിംഗ് ആണ്. നമുക്ക് ഓരോരുത്തർ കാണുമ്പോൾ അറിയാൻ പറ്റും ഇയാളുടെ സോൾ പർപ്പസ് എന്താണ്, ഇയാൾ എവിടേക്കാണ് പോകുന്നത്, മീൻസ് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി. സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാറുണ്ടാവും. അപ്പൊ ശ്രീനാഥ് പഠിച്ചാലും ശ്രീനാഥ് ഒരാളെ കാണുമ്പോൾ ഇയാൾ എവിടെ എത്തും, അല്ലെങ്കിൽ ഇയാളുടെ പർപ്പസ് എന്താണ്, ഇയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ശരിക്കും പറയാനായിട്ട് പറ്റും. ഞാനൊരു കാര്യം, നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിൽ നിന്ന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പൊ ഈ ലാസ്റ്റ് നമ്മുടെ നാട്ടിലൊരു സ്ത്രീ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ചില്ല് തല്ലി പൊട്ടിക്കുകയും അത് ഫൈൻ അടയ്ക്കുകയും കുറെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നു. ശരിക്കും ഇതൊക്കെ ഈ ഒരു അവസ്ഥ തന്നെ സൃഷ്ടിക്കുന്നതാണോ? ഇത് തെറ്റാരോ? അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഒന്ന് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി കുറച്ച് പെട്ടെന്ന് ഇമോഷൻസ് വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്, കുറച്ച് സെൻസിറ്റീവ് ആണ്. ഞങ്ങൾ സാധാരണ പറയും ആർട്ടിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നാ പറയാ.
അവർക്ക് പറ്റുന്ന മേഖല ഈ ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ പിന്നെ ഈ മൂവി ഡാൻസ് അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷൻസ് വരുന്നതോടുകൂടി അവരുടെ കോൺഷ്യസ് നഷ്ടപ്പെടും. എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അല്ലെ, സങ്കടം വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതായത് ഇമോഷൻസ് വരുമ്പോൾ നമ്മുടെ ബോധം നഷ്ടപ്പെടും. ആ അബോധാവസ്ഥയിൽ നമ്മൾ പല രൂപത്തിൽ റിയാക്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ സംസാരിക്കുന്ന സമയത്ത് മീൻസ് ഇങ്ങനെ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഒരാളും റിയാക്ട് ചെയ്യുന്നില്ല. മീൻസ് അവിടെ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആരും റിയാക്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താക്കും, ശബ്ദം ഉണ്ടാക്കും അല്ലെ. ഒന്നെങ്കിലും ഡെസ്കിലാണെങ്കിൽ അവിടെ കൊട്ടും നമ്മള് അവിടേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നമ്മൾ നടത്തും. നമ്മളൊരു മോശമല്ല, അതായത് നമുക്കൊരു അംഗീകാരം കിട്ടാത്തടത്ത് നമ്മൾ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പലപ്പോഴും ഏതൊരാളുടെ സിറ്റുവേഷൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പിന്നെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ ആ സിറ്റുവേഷന് റിയാക്ട് ചെയ്തോടത്തുള്ള ചില ഇഷ്യൂസ് അങ്ങനെയാ. അതിന്ന് ഇപ്പൊ ആ കുട്ടിക്ക് അത് ഒരു ചിന്തിക്കാൻ പാടില്ലായിരിക്കും ആ സമയത്ത്. ഇത് എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇതിനാണ് എടുത്തിയാട്ടം എന്ന് പറയുന്നത്. പലരും നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയല്ലോ, ആ കുട്ടിയുടെ കമന്റിൽ എടുത്തിയാടി ഓരോന്നും ചെയ്തതിന് കാര്യമില്ല. അവരുടെ സബ് കോൺഷ്യസ്ലി ഉള്ള പ്രോഗ്രാം ആണ് അത്. മീൻസ് അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അതായത് ശരിക്കും നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മള്. ഒരു ശ്ലോകം ഉണ്ട്, യോയ ശ്രദ്ധ സഹേവസേ, നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ അനുഭവമായിട്ട് മാറും. അപ്പൊ നമ്മുടെ ശ്രദ്ധ മീൻസ് ഫോക്കസ്. നമ്മുടെ ശ്രദ്ധ പ്രശ്നങ്ങളിലാണെങ്കിൽ എന്താണ്, അതാണ് വരിക. അതല്ല നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് എനിക്ക് വലിയൊരു ഒരു സിനിമയിലോ അല്ലെങ്കിൽ പിന്നെ ഒരു വലിയ സെലിബ്രിറ്റി ആവണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന്, ആ ഒരു ഫോക്കസിൽ നിന്ന് അതിനുള്ള സാഹചര്യങ്ങൾ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ആൾക്കാര് കടബാധ്യതയിലും ഹെൽത്ത് ഇഷ്യൂസിലും ഫാമിലി ഇഷ്യൂസിലും ഒക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം, ഇപ്പൊ വിജയ് CM ആയിരിക്കുന്നു. അതെ, പുള്ളി പണ്ടേ ആഗ്രഹിച്ചിട്ടുണ്ട് തമിഴ്നാട് ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതെ, ഞാൻ CM ആവണമെന്നാണോന്നും അറിയില്ല, തമിഴ്നാട് ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുള്ളിയായി. അതെ 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 അദ്ദേഹത്തിന്റെ ഒരു പിന്നെ പഴയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, തമിഴ്നാട് ജനതയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ആ ഒരു ഇന്റൻഷൻ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ ഇന്റൻഷൻ. ഇപ്പൊ ശ്രീനാഥിനെ കുറിച്ച് ഇപ്പം ശ്രീനാഥ് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ, ആ ആഗ്രഹം, ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഫയർ, അതിനുള്ള സാഹചര്യം മുമ്പിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പൊ വിജയുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ തന്നെ വിജയുടെ കാറിന്റെ ഒരു നമ്പർ ഉണ്ടായിരുന്നു, CM 2026 പറഞ്ഞിട്ട് നമ്പർ ഉണ്ടായിരുന്നു. അത് സംഭവിച്ചില്ലേ? അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇത് പലർക്കും അറിയത്തില്ല. ശ്രീനാഥനോട് ചോദിച്ചില്ലേ എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇതേപോലെ ഒരു മെന്റർ അടുത്ത് പോകുന്ന സമയത്ത് അവിടെയാണ് ഇവിടുത്തെ കേരളത്തിലെ വലിയ ബിസിനസ്സുകാരുണ്ട്, സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് അവിടെ ഉണ്ട്. ഞാൻ പോയ സമയത്ത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല. അപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആയിക്കൂടാ. കാരണം അവരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ആ മെന്റർ മാറുകയാണ്. കാരണം അവരിൽ നിന്നാണ് അവർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായതുകൊണ്ട്, അതുകൊണ്ടാണ് അത്ര സ്നേഹം അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് ഫസ്റ്റ് ടൈമിൽ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്ക് ഇതേപോലെ നിങ്ങളെ ആഗ്രഹങ്ങൾ എഴുതുന്ന പറയുമ്പോൾ ഞാൻ അന്ന് ചുമ്മാ ഇതൊരു കാര്യത്തിലാണ് ഞാൻ ഇപ്പൊ ഒന്ന് എത്തി നിൽക്കുന്നത്. ബൈബിൾ ഒരു വചനമുണ്ട്, നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കാന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഉള്ളില് ഒരു ഈശ്വരനുണ്ട്. നമ്മളൊരു ഫോണിൽ സിം ഇടില്ലേ, ആ സിമ്മിന്റെ കണക്ഷൻ, അതായത് അതിന്റെ ഒരു പിന്നെ സെർവറായിട്ട് കണക്ഷൻ ഉണ്ട്. അതുപോലെ ദൈവത്തിന്റെ ഒരു കണക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് തത്വമസി എന്ന് പറയുന്നത്. അത് നീയാകുന്നു, നിന്റെ ഉള്ളിലാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട് ഹൃദയത്തിലോട്ട് നോക്കും, നിങ്ങളുടെ ആത്മാവിലോട്ട് നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ദൈവത്തിന് കൃത്യമായിട്ട് എന്തു വേണം എന്നുള്ളൊരു ഡീറ്റെയിൽ നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ ആ കാര്യം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ChatGPT, ജെമിനി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിൽ പ്രോംപ്റ്റ് ചെയ്യാറുണ്ട്. ആ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പിക്ചർ മേക്ക് ചെയ്ത് തരും അല്ലെ, വീഡിയോ മേക്ക് ചെയ്ത് തരും. അതുപോലെ നമ്മുടെ ലൈഫ് എന്താവണം എന്നുള്ള രൂപത്തിൽ സ്ക്രിപ്റ്റ് ചെയ്യാം. അത് ഏത് പ്രശ്നം പുറത്ത് കിടക്കാനും സഹായിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യണം നമ്മൾ. ഷുവർ. ഇപ്പൊ എല്ലാ കുട്ടികളുടെയും ഇപ്പൊ ജെൻസി ആയിക്കോട്ടെ എല്ലാവരും ഇപ്പൊ ഒരു ട്രെൻഡാണ് മാനിഫെസ്റ്റ് ചെയ്യുക. അതെ, ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാല് മാനിഫെസ്റ്റേഷൻ ഇത് നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിൽ ഇത് വർക്ക് ആവുന്നുണ്ട്. ഓരോ സെക്കൻഡിലും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ഫീലിംഗ്സ് ആണോ പോകുന്നത് അതിനനുസരിച്ചുള്ള സാഹചര്യമാണ് നമ്മളോട്ട് അട്രാക്ട് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ദേഷ്യമുള്ള ഒരാളാണ്, ദേഷ്യപ്പെടാനുള്ള സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇല്ലേ? സങ്കടമുള്ള ഒരാളാണെങ്കിൽ സങ്കടപ്പെടാനുള്ള സിറ്റുവേഷൻസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യും. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലൊരു കുട്ടി, ഒരു വാശിയുള്ള കുട്ടിയുടെ വിചാരിക്കാം, ആ കുട്ടിയുടെ മുമ്പിൽ വാശി പിടിക്കാനുള്ള സിറ്റുവേഷൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യും ഇല്ലേ? നമ്മൾ ആ കുട്ടീനെയും കൊണ്ടിട്ട് ഒരു പുറത്തേക്ക് പോയി
ഒരു മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പാവണ്ട കുട്ടി വാശി പിടിക്കും. ഒരു കല്യാണ വീട്ടിൽ പോയി അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വാശി പിടിക്കും. എവിടെ പോയാലും വാശി പിടിച്ചുകൊണ്ടിരിക്കും. ആ കുട്ടിക്ക് അതിനുള്ള സിറ്റുവേഷൻസ് തന്നെ പുറമെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ഉള്ളിൽ എന്ത് ഫീലിങ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ചുള്ള സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഞാൻ മോശമാണ്, എന്നെ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും കഴിയുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സ് ആണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടത്തുള്ളൂ. ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് വേസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രാണികളൊക്കെ വരും അല്ലെ, ഈച്ചകൾ വരും, പുഴുകൾ വരും, അതെങ്ങനെയാലും വരും. ആ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്തോടെ നല്ല പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചിത്രശലഭങ്ങളും തേനീച്ചകളും വരും. അതുപോലെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷത്തിന്റെ ആ ഒരു വിത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിത്ത് ഇട്ടുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സിനിമ മീൻസ് ഇതേ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ, അതൊരു വിത്താണല്ലോ. ആ വിത്ത് ഇട്ടുകൊണ്ട് അതിനുള്ള സാഹചര്യം മുമ്പിൽ തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ക്യാൻസർ വന്നൊരു സമയത്തും ഇപ്പൊ എത്ര നാളത്തോളം ചികിത്സയിലുണ്ടായിരുന്നു? ഞാനൊരു വർഷത്തോളം കീമോ എടുത്തിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അതിൽ നിന്നാണ് തിരിച്ചു കയറിയത്. അത് ഈ മെഡിറ്റേഷന്റെ പവർ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം പല ആൾക്കാരും ചോദിക്കും എങ്ങനെയാണ് മെഡിറ്റേഷനിൽ അത് സംഭവിക്കുന്നത്. സാധ്യമാണ് പലപ്പോഴും ഇതിന്. പക്ഷെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത്, കാരണം നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഓരോ ചിന്തകൾക്കനുസരിച്ചും ബോഡി കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പുളി വായിലിടുന്നത് അതുപോലെ സങ്കല്പിച്ചോ, എന്ത് തോന്നുന്നു? നമുക്ക് വായില് നമ്മളിങ്ങനെ വെള്ളം വരും. നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചിന്തിക്കുമ്പോൾ ബ്രെയിൻ കെമിക്കൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കെമിക്കൽസ് ആണ്. ഏകദേശം 100 ബില്യൺ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അത്രത്തോളം കെമിക്കൽസ് നമ്മുടെ ബോഡി കൂടി ഇങ്ങനെ ആ ട്രാൻസ്മിറ്റിലൂടെ ന്യൂറോൺസിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഈ പലപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പൊ എല്ലാവർക്കും ഉള്ള കാര്യമാണ് സ്ട്രെസ്. ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺസ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ അസുഖത്തിലോട്ട് തള്ളി വിടും. അതായത് നമ്മുടെ സെല്ലിനെ ബാധിക്കുന്നു, ജീനിനെ ബാധിക്കുന്നു. ജീൻ നമുക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഒന്നും വേണ്ട, നമുക്ക് ടെൻഷൻ, അതായത് BP കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ചോദിക്കും അല്ലേ? BP കൂടാൻ, ടെൻഷൻ കൂടി കഴിഞ്ഞാൽ BP കൂടും. അതായത് സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ കൂടുമ്പോൾ BP കൂടും. അതുപോലെ പിന്നെ നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് സന്തോഷവും സ്നേഹം അതുപോലെ തന്നെ മറ്റുള്ളവർ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ ഒത്തിരി പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മളപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്, നമ്മൾ ഒരുപാട് പേരെ സഹായിക്കുന്നതും നന്മ ചെയ്യുന്നതും സന്തോഷമായിട്ടിരിക്കുന്നതും. അതിന്റെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം സ്ട്രോങ് ആക്കി മാറ്റും. ശരിക്കും നമ്മുടെ ശരീരത്തിനെ സുഖപ്പെടുത്താനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്കൊരു മുറിവ് വന്നു, ഒരു ഉറങ്ങി കഴിഞ്ഞാൽ ശരിയാവാറുണ്ട് അല്ലേ? പനി വന്നാൽ സുഖപ്പെടുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടി പോയിക്കൊണ്ടിരിക്കും. അതായത് ഉറക്കൂല അവർക്ക്. ചിലപ്പോൾ വെളുപ്പിനെ ഒരു 4 മണി 5 മണി നേരത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങുന്നത്. ചാടി എഴുന്നേൽക്കുകയും ചെയ്യും. വീട്ടിൽ നിന്നൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം, ചെറുപ്പത്തിലെ കിട്ടിയ പല ട്രോമകളും ഇതൊക്കെ കാരണം വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, വീട്ടിലേക്ക് പോകുന്നില്ല. അവർക്ക് എപ്പോഴും പറയും, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സാധാരണ ഒരു പെൺകുട്ടീനെ പോലെ ഒന്ന് ജീവിച്ചാൽ മതി, എനിക്ക് സാധാരണ ഒരു പെൺകുട്ടിയുടെ ജീവിച്ചാൽ മതി, അതിന് പോലും പറ്റില്ല, സൂയിസൈഡ് ഞാൻ ചെയ്യില്ല. കാരണം ഒരു 3-4 വട്ടം ഞാൻ അതിനെ ട്രൈ ചെയ്തതാ. ഇനി എനിക്ക് വയ്യ, അതിലേക്ക് ഞാൻ എന്തായാലും പോവില്ല. പക്ഷെ പലരും കണ്ടു, കൗൺസിലിംഗ് ചെയ്തു, ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരും തോന്നുന്നുണ്ട്. ഒരു വല്ലാത്ത പ്രാന്ത് എപ്പോഴാണ് വരിക എന്ന് അറിയില്ല എന്നുള്ള അവസ്ഥയിൽ കൂടി ഭയങ്കര ബുദ്ധിമുട്ടി കൂടി പോകണം. ചിലപ്പോൾ ദിവസങ്ങളോളം വാതിലടച്ചിരിക്കും. കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ ചെയ്തിട്ടൊന്നും ഒരു മാറ്റമില്ല. ഇതിൽ നിന്നൊക്കെ എങ്ങനെയല്ല അവരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മളെല്ലാവരും ഒരേപോലെയല്ല, നമ്മുടെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണ്. ചില ആൾക്കാർക്ക് നല്ല മസിലൊക്കെ ഉണ്ടാവില്ലേ, അല്ലെ? ശരീരഭാഷയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ? അതുപോലെ മനസ്സിന് ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മനസ്സുണ്ട്, പെട്ടെന്ന് ഇമോഷൻസ് വരുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള മനസ്സുണ്ട്. എനിക്ക് തോന്നുന്നു ആ കുട്ടി ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്ളോഗറാണ്. അതെ, ആ കുട്ടി ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ കെമിക്കൽസ് ഇങ്ങനെ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഓരോ ഇമോഷൻസിനും ബ്രെയിൻ കെമിക്കൽസ് ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കെമിക്കൽ വേരിയേഷന്റെ ഭാഗമായിട്ട് മൂഡ് സ്വിങ്സ് സാധാരണ അവർക്കൊരു ടീനേജിലോട്ട് കിടക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പൊതുവേ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഇടയിൽ കുറച്ച് ട്രോമാസും കൂടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ലെവൽ കൂടുന്ന സമയത്ത് നമ്മൾ ഉറക്കം കിട്ടണമെങ്കിൽ മെലറ്റോണിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺസ് ഉണ്ട്, ഒരു കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഉറക്കം കിട്ടത്തുള്ളൂ. പൊതുവേ എന്ന് വെച്ചാൽ നമ്മൾ ഇരുട്ട് കാണുമ്പോൾ മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മളിപ്പോ ഇരുട്ടുള്ള റൂമിൽ കിടക്കുവാണെങ്കിൽ മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ പല ആൾക്കാരും ചെയ്യുന്ന വേറൊരു അബദ്ധമുണ്ട്,
ഉറക്കം കിട്ടാത്തത്, അതായത് നമ്മുടെ സ്ട്രെസ് കോർട്ടിസോളിന്റെ ലെവൽ കുറയുമ്പോഴാണ് ഈ മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുക. അത് പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഫോൺ നോക്കും. ഫോൺ നോക്കുമ്പോൾ അതിൽ കാണുന്ന വിഷ്വൽസ് അനുസരിച്ച് എന്ത് ചെയ്യും? പുതിയ കെമിക്കൽസ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ വീണ്ടും ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകും. പലപ്പോഴും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ബ്ലോഗിംഗ് മേഖലയിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫോൺ നോക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇത് എന്താണ്, ഉറക്കമില്ലാത്തൊരു സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ബോഡി മൈൻഡ് അവിടെ പ്രോഗ്രാം ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തോട്ടൊന്നും പെട്ടെന്ന് അത് മാറത്തില്ല. കാരണം അതിന് കൃത്യമായിട്ടുള്ള തെറാപ്പി, അതായത് കൃത്യമായിട്ട് ആ കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള തെറാപ്പികളും ട്രെയിനിങ്ങുകളാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ഇമോഷൻസ് ഏത് തരത്തിലുള്ള, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ദേഷ്യം പിടിക്കുന്നു, സങ്കടം വരുന്നു, ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചു പോയി. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ആണ് പുറമെ ഉള്ളത്, സങ്കടപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ് പുറമെ ഉള്ളെങ്കിൽ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ കെമിക്കൽസും ആ രൂപത്തിൽ പ്രോഗ്രാം ചെയ്യും. കാരണം ഒരു ന്യൂറൽ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യും. ഒരേ കാര്യം ചെയ്ത് പിന്നെ ഇത് ബോഡി മൈൻഡ് അവിടെ പ്രോഗ്രാം ചെയ്ത് അവിടെ കുടുങ്ങി കിടക്കും, ലോക്ക് പോലെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ ആ ബോഡി മൈൻഡ് അവിടെ പ്രോഗ്രാമായി കുടുങ്ങി കിടക്കുവാണ്. അപ്പൊ ഒരേ വേവിലുള്ള ഒരേ പാറ്റേണിലുള്ള കെമിക്കൽസ് വേരിയേഷൻ ആണ് ബോഡിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവ പുറത്തു കിടക്കാനായിട്ട് പറ്റത്തില്ല, ആ ലൂപ്പില് പെട്ടു. ഇനി അതിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യണം, റീവയറിംഗ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും. ഇത് എത്രയോ കേസുകൾ, ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ ക്യാമ്പിലൊക്കെ വരുന്നതാണ്. അപ്പൊ എത്ര ദിവസത്തെ ഒരു ഇത് വേണ്ടി വരും ക്ലാസ് അറ്റൻഡ്? ഇപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 1.5 ദിവസത്തെ ക്യാമ്പാണ്. 1.5 ദിവസം കൃത്യമായിട്ട് നമ്മൾ എന്താണ് മൈൻഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. അതിന്റെ സയന്റിഫിക് സൈഡ് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കും. പിന്നെ നമ്മുടെ ഓരോ പ്രോബ്ലംസ് എന്തുകൊണ്ട് വരുന്നു, അതെങ്ങനെയാണ് പ്രോബ്ലംസ്, ഈ പറഞ്ഞ പോലെ കെമിക്കൽസ് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്, ഒരു ബ്രെയിൻ എങ്ങനെ, ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന പോലെ ബ്രെയിനോട് പ്രോഗ്രാം ചെയ്യാണ്, ബോഡി മൈൻഡോടെ പ്രോഗ്രാം ചെയ്യാണ്. ആ പ്രോഗ്രാമിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്, അതിനുള്ള ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കും. ഇപ്പൊ നമ്മുടെ ഒരു സ്പെഷ്യൽ ക്രിയ ഉണ്ട്. ആ ക്രിയ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്, വേറെ എവിടെയും കിട്ടത്തില്ല. ഒരു ക്യാപ്സ്യൂൾ പോലെ, മീൻസ് അത് ആ ഒരു ക്രിയ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നല്ല ഉറക്കം കിട്ടും, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ഫുള്ള് പിന്നെ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും, ആളുടെ ലെവലെ മാറ്റാൻ. ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ട്. പലരുടെയും ജീവിതം ഈ ഒരു 1.5 ദിവസത്തെ ഇത് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഭയങ്കരമായിട്ട് മാറിപ്പോയിരുന്നു. പലതും നമുക്ക് അവിശ്വസനീയമായ രീതിയിലാണ് അവർ പറയുന്നത്. കാരണം ജീവിതത്തിൽ ആ ഒരു അവസ്ഥയെന്ന് വരെ ചിലവരുടെ ഭാര്യമാര് ഭർത്താവിനോട് ഈ സ്ഥലം പറയാതെ ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞ് കൊണ്ടുവന്നുണ്ട്. കുട്ടികളോട് അമ്മമാര് നമുക്കൊരു ടൂർ പോയിട്ട് വരാം, എന്നിട്ട് ആ കുട്ടിയോട് പറയുന്നുണ്ട് 1 മണിക്കൂർ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ട്രിപ്പ് വന്നതല്ലേ, പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മാറ്റം വന്നു. ഇല്ല, എനിക്ക് ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു റിവ്യൂ, ഒരു പെൺകുട്ടി പറഞ്ഞത് 30 വർഷം നമ്മുടെ കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ദിവസം ഈ 2 ദിവസമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ വരെ പറയുന്നുണ്ട്. അത്രയും മാറ്റങ്ങളാണോ നമ്മൾ അത്രയും ഇത് നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? ഷുവർ. അതായത് ശരിക്കും നമുക്ക് സന്തോഷം തന്നല്ലേ, എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കിട്ടുമ്പോഴോ അല്ലെ അങ്ങനെയൊക്കെയാണല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ആ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷമോ സ്നേഹമോ അങ്ങനെയുള്ള പോസിറ്റീവ് വികാരങ്ങൾ വേണം. ആ പോസിറ്റീവ്, അതായത് നമ്മുടെ ഉള്ളിൽ ദേഷ്യവും സങ്കടമുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളാണ് നമുക്ക് പലപ്പോഴും സ്ട്രെസ് ഹോർമോൺസ് കൂട്ടുന്നത്. അപ്പൊ ഈ 2 ദിവസം നമ്മളൊരു ഹീലിംഗ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു കുറെ അടി കിട്ടുകയാണ്, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അടി കിട്ടുകയാണ്. അടി കിട്ടുമ്പോൾ ശരീരത്തിൽ പാടുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇതുപോലെ ഓരോ വാക്കുകൾ നമ്മളെ കുറിച്ച് മോശമായിട്ട് പെരുമാറുകയാണ്, മീൻസ് നമ്മളോട് മോശമായിട്ട് സംസാരിക്കുക, അച്ഛനും അമ്മയും മോശമായിട്ട്, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാർ മോശമായിട്ട് ഒരു വാക്ക് മതി ഒരാളെ അന്നത്തെ ഡേ പോകാനായിട്ട്, ഇല്ലേ? ഇതിന്റെ പാടുകളെല്ലാം മനസ്സിലുണ്ട്, ഇതെല്ലാം ന്യൂറോൺസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനെ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. അപ്പൊ അതാണ്, ആ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ അത് എന്നോട് കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലാണ് സന്തോഷം ഉള്ളത് എന്നുള്ളതും ആ സന്തോഷത്തിന്റെ വാതിൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ക്ലിയർ ആയോ? ആ ഓപ്പൺ ചെയ്തതിന്റെ ഒരു റിസൾട്ട് ആണ് അവർ പറയുന്നത്. അത് ചെയ്യുന്നതോട് കൂടി ലൈഫ് മാറും. മറ്റേത് ആ ഒരു ട്രോമ വെച്ചിട്ട് നമ്മൾ പരിക്ക് പറ്റിയൊരു ശരീരം കൊണ്ട് നടക്കുന്ന പോലെ മനസ്സിന് ഏറ്റവും മുറിവുകൾ ഹീലാവാണ്ട് അത് പ്രശ്നമായി എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നമ്മുടെ അടുത്തേക്ക് പലപ്പോഴും വരിക. ഇപ്പൊ ഞാൻ ഈ ഒരു നിങ്ങൾ ജാങ്കോ സ്പേസ് തന്നെ വിളിച്ചപ്പോ ഞാൻ ഈ ഇന്റർവ്യൂവിന് തയ്യാറായത് തന്നെ എന്റെ ഉള്ളിലുള്ള ഒരു ഇന്റൻഷൻ, ഇത് കേൾക്കുന്ന ഒരാളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലേ? നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ, കാരണം ഇതിൽ പെട്ടിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരിക. ഒരു കുഴിയിൽ വീണിട്ട് അതും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പണിയാണ്. നേരെ മറിച്ച് ഇതിനെക്കുറിച്ച് ഒരു അവെയർ ആയ ആളുകൾക്ക്
ഒരു കുഴിയിൽ വീഴാതെ രക്ഷപ്പെടാനായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അടി കിട്ടാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇവരുടെ പലരും നമ്മുടെ ചുറ്റുമുള്ള പലരും പല പ്രശ്നത്തിൽ വെക്കുന്നത്. ഇപ്പൊ കുടുംബ പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, ഓഫീസിലെ സ്ട്രെസ് ആയിക്കോട്ടെ, ബിസിനസ് നഷ്ടത്തിലായിക്കോട്ടെ, ചിലപ്പോൾ നാളെ ഒരു സൂയിസൈഡിന് വരെ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യനോടോ ഭർത്താവിനോടോ വരെ സംശയമുള്ള ആൾക്കാരുണ്ടാവും. അതെ, പലതരത്തിൽ കല്യാണം നടക്കാത്തവരുണ്ടാവും, അതിന്റെ ടെൻഷനിൽ നടക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നടക്കുന്ന ആൾക്കാർ, എന്തിയായിട്ടും പൈസ കയ്യിലേക്ക് വരാത്ത ആൾക്കാരുണ്ടാവും. ഇതിനെല്ലാത്തിനും മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. 100% പറ്റും. ഈ 1.5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും മാറ്റങ്ങൾ ആൾക്കാർ ഈ റിവ്യൂ ഇടുന്ന കണ്ടുകൊണ്ട് ഞാൻ ഈ ചോദിക്കുന്നത് മാറ്റം വരുത്താൻ പറ്റും. നമ്മുടെ പ്രോഗ്രാമിൽ വന്ന ആൾക്കാരനെ അവർ ത്രൂ ആണ് ആളുകൾ ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഈ സെക്ടറിലുണ്ട്. തീർച്ചയായും എന്റെ പ്രോഗ്രാമിന് വന്ന ആൾക്കാർ ത്രൂ ആണ് ആൾക്കാർ വന്നിട്ടുള്ളത്. മീൻസ് അതായത് അത്രയും മാറ്റമുള്ളതുകൊണ്ടല്ല അങ്ങനെ വരുന്നത്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോ പിന്നെ ഇവിടെ എല്ലാത്തിനും പരിഹാരം ഇവിടെ ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ മനസ്സിലൂടെയാണ് ഈ ലോകത്തെ മുഴുവൻ അറിയുന്നത്, അനുഭവിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതൊക്കെ. ഈ ഇന്ദ്രിയങ്ങള് നമ്മുടെ ഉള്ളിൽ നിന്നല്ലേ പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. ഉള്ളിൽ മാറ്റം വരുത്തുമ്പോൾ, നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനം കൊണ്ടുവരുമ്പോ പുറമേ നമുക്ക് സന്തോഷവും സമാധാനം കൊണ്ടുവരാനായിട്ട് പറ്റും. അതാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധൻ ഒരു രാജകുമാരനായിരുന്നു. അദ്ദേഹം പിന്നെ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഓടി നടക്കുകയാണ്. ലാസ്റ്റ് അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്, വാട്ട് യു തിങ്ക് യു ബിക്കം, വാട്ട് യു ഫീൽ യു അട്രാക്ട്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളായിട്ട് മാറുകയാണ്, നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മളിലോട്ട് വന്നു ചേരുകയാണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കരിയർ മോശമാണ്, എനിക്കൊന്നും ആവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് വരാൻ പറ്റുമോ? തീർച്ചയായും ആ ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മൾ ദേഷ്യമുള്ള ഒരാൾക്ക് ദേഷ്യപ്പെടാനുള്ള സിറ്റുവേഷൻ ആണ് മുന്നിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ സന്തോഷം കൊണ്ടുവരുമ്പോൾ മാത്രമാണ് സന്തോഷമുള്ള സിറ്റുവേഷൻസ് പുറമെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ വേദങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉള്ളത്. ഇപ്പൊ ഞങ്ങളെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമുക്കതിൽ റിലീജിയൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഖുർആൻ അല്ലെങ്കിൽ ബൈബിൾ, ഭഗവത്ഗീത, ഏത് തരത്തിലുള്ള മതവിശ്വാസിയാണെങ്കിലും, ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ സയന്റിഫിക് സൈഡ് ഒരു മതം ഇല്ലാത്ത ആളാണെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത് മനസ്സിന്റെ പ്രവർത്തനമാണ്. ഈ മനസ്സിനെ കുറിച്ചുള്ള ഒരു മാനുവലാണ് ഈ എല്ലാ വേദങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ഉള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സയന്റിഫിക്കലി നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. പണ്ടൊക്കെ അതൊക്കെ ഫോളോ ചെയ്ത ആൾക്കാർ ജീവിച്ചിരുന്നു. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഒരു വിഗ്രഹം നമ്മുടെ മുമ്പിലുണ്ട്. വിഗ്രഹം ശരിക്കും ദൈവമല്ല, വിഗ്രഹം ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ്. നമ്മൾ അതിലോട്ട് നോക്കി പറയുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഒരാൾ ദുആ ചെയ്യുന്നു, പക്ഷെ ദുആ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയുന്നത്, പഠിച്ചോനെ എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്റെ ജീവിതം മാറുന്നില്ലല്ലോ, ഞാൻ ഈ കടത്തിലാണല്ലോ, അല്ലെങ്കിൽ എന്നെ ഇതിൽ നിന്ന് കാക്കണമെന്നാ പറയുന്നത്. അത് വർക്കാവത്തില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് പിന്നെ ഞാൻ ഈ പ്രശ്നത്തിലാണ്, ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് പറയുമ്പോൾ ആ അനുഭവമാണ് പുറമെ സൃഷ്ടിക്കുന്നത്. അതിന് പകരം ഇപ്പൊ മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാ നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലഹീൻ സക്കറത്തും ലഹസി ദന്നക്ക് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളതിന് നന്ദി പറഞ്ഞാൽ കൂടുതൽ ബ്ലെസ്സിങ്സ് വന്ന് ചേരുന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ടെക്നിക്സ്, അതായത് നിങ്ങൾക്ക് എന്ത് കാര്യം നേടിയെടുക്കാനോ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടിയെന്ന് മനസ്സിൽ സങ്കല്പിച്ച് നന്ദി പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ ഞാൻ ക്യാൻസറിന് തിരിച്ചു വന്നുള്ളത് പറഞ്ഞു അല്ലെ. അത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ അന്ന് ആ ഹോസ്പിറ്റലിലെ കീമോ എടുത്ത് കിടക്കുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞിരുന്നത്, എന്റെ പൂർണ്ണാരോഗ്യം തിരിച്ചു കിട്ടിയതിന് താങ്ക് യു. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ഞാനത് എന്റെ പൂർണ്ണാരോഗ്യം തിരിച്ചു കിട്ടി നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ആ റിയാലിറ്റിയിലോട്ട് മാറുകയാണ് ചെയ്തത്. പൊതുവെ നമ്മൾ എന്താ ചിന്തിക്കുക, ഒരു അസുഖത്തിൽ കിടക്കുന്ന ആൾക്കാർ പലപ്പോഴും എന്റെ അസുഖം മാറുന്നില്ലല്ലോ, ഞാൻ ആകെ പെട്ടുപോകാണ്. ഈ ചിന്ത ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കെമിക്കൽസ്, അതിനനുസരിച്ചുള്ള കാര്യത്തെ ആ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ ബോഡി വീണ്ടും ആ ലൂപ്പിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതിന് പകരം നമുക്ക് എന്താണോ വേണ്ടത് നടന്നു കഴിഞ്ഞു, ആ ഒരു ഫീലിങ്സിൽ, ആ ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നത് കാണാനായിട്ട് പറ്റും. അതാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്, അതാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്, അതാണ് എല്ലാ വേദങ്ങളിലും ഗ്രന്ഥങ്ങളിലും എല്ലാ ദൈവിക അവതാരങ്ങളും എല്ലാ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ കോട്ടുകളതാണ്. നിങ്ങളുടെ ഹൃദയത്തിലോട്ട് നോക്കുന്നൊക്കെ പറയുന്നതാണ്. തീർച്ചയായിട്ടും ഈ എനർജീസ് ഷെയർ ആവും. ഷുവർ എനർജി ഷെയർ. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരാളെ ചിലപ്പം ഹഗ് ചെയ്യാണ്, നമുക്ക് ഭയങ്കര ഒരു ഗുഡ് ഫീൽ തോന്നത്തില്ലേ? ഇപ്പം പല ആൾക്കാർ, ഇപ്പൊ ഞാൻ സിനിമ സെക്ടറിലുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, മോഹൻലാലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ പറയാറുണ്ട് നമ്മുടെ അടുത്ത് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു അറിയും അല്ലേ. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നത്തില്ലേ? ഒരു കുഞ്ഞു അവനെ കാണുകയാണെങ്കിൽ എടുക്കാൻ തോന്നും, കൊഞ്ചിക്കാൻ തോന്നും അല്ലെ, അതിനെ കളിപ്പിക്കാനൊക്കെ തോന്നും അല്ലെ. നമ്മൾ അതിലോട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ശക്തി, ഒരു എനർജി അവിടെ ഉണ്ട് അല്ലെ. അതേ കുട്ടി കരയുന്ന കുട്ടിയാണ്, ദേഷ്യപ്പെടുന്ന കുട്ടിയാണെങ്കിലും ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ അപ്പൊ അങ്ങനെ
നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ, അതായത് ആ ആളുടെ ഫീലിങ്സ് എല്ലാം, എനർജി എല്ലാം ലോ ആയിട്ട് നിൽക്കുന്ന, ഇപ്പോഴും പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്ന ഒരാൾ, ഇനിയിപ്പോ പെൺകുട്ടി പ്രശ്നത്തിൽ, ഭയങ്കരമായ പ്രശ്നത്തിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആവാം, ആ ആള് പിന്നെ കൂട്ടുകൂടുന്ന ഒരു ബോയ് ഫ്രണ്ടിന്റെ മേ ബി അത് വരാൻ ചാൻസ് കൂടുതലാണ്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മളൊരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ആ മൂവി കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആ സിനിമയിലെ കഥാപാത്രം പോലെ നമ്മൾ ചിലപ്പോൾ ബിഹേവ് ചെയ്യാറുണ്ട് അല്ലെ, എവിടെയൊക്കെ നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അവരുടെ ഇമോഷൻസും ഫീലിങ്സും നമ്മളോട് കോപ്പി ചെയ്യും. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞില്ലേ മോഹൻലാലിനെ കണ്ട കെട്ടിപ്പിടിക്കാൻ കുട്ടികൾക്ക് തോന്നും, ആ ഓർ എങ്ങനെ വർത്തണമെന്ന് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് ആഗ്രഹം. മോഹൻലാൽ നല്ലൊരു മെഡിറ്റേറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഓഷോയുടെ മെഡിറ്റേറ്റർ ആണ് അദ്ദേഹം മെഡിറ്റേഷന്റെ ഒരു മാസ്റ്റർ ആണ്. അപ്പം അദ്ദേഹം അതായത് മനസ്സ് ശുദ്ധമാകുന്ന സമയത്ത്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, അതിന്റെ ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക. ഇപ്പം ശ്രീനാഥ്, നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക. ഒരു കുഞ്ഞിനെ പോലെ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ഇടയ്ക്ക് പറയാം ലവ് യു മൈ ബോഡി, താങ്ക് യു മൈ ബോഡി എന്ന് നിങ്ങൾ സ്വയം പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചിന്ത വന്നു അല്ലേ, അതിനനുസരിച്ചുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു ഫീലായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം, അതായത് മീൻസ് നമ്മുടെ അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ മാറുകയും ചെയ്യും. മോഹൻലാലിനുള്ള സെൽഫ് ലവ് നന്നായിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബ്യൂട്ടി, അദ്ദേഹത്തിന്റെ ഓറയുടെ പവർ അതാണ്. അപ്പൊ അത് ആർക്കും സാധ്യമാണ്. മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മൾ നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യുക, ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, ശരീരത്തെ സ്നേഹിക്കുക. സാധാരണ ഫിലിം സ്റ്റാർസ് ഒക്കെ പലപ്പോഴും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്ക് അതാണ്. ഇപ്പൊ ഞാൻ എങ്ങനെ ക്യാൻസർ തിരിച്ചു വന്നാൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, ഞാൻ ഹെൽത്തി ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഒരു സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ എന്റെ ഹെൽത്തും എന്നെ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങി. ഈ അടുത്ത് അർജുന്റെ ഒരു നമ്മുടെ ഫിലിം സ്റ്റാർ തമിഴ് നടന്നിട്ടുണ്ടല്ലോ, അർജുൻ പറയുന്നുണ്ട് ഒരു ദിവസം 1 മണിക്കൂർ നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ശരീരം കുറച്ച് നമ്മൾ തിരിച്ചിങ്ങോട്ട് നോക്കുന്നു പറയുന്നുണ്ട്. ക്ലിയർ ആയോ? അതേപോലെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ശരീരം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങും. നമ്മളെ എല്ലാവർക്കും ഒരു ഇഷ്ടം നമ്മളോട് തോന്നുകയും ചെയ്യും. ഈ ഒരു ഇത് ഞാൻ നമ്മുടെ ഇതിലൊക്കെ നോക്കുമ്പോൾ കമന്റിലൊക്കെ കണ്ടാണ്, എനിക്കറിയില്ല അത് ശരിയായി ഭയങ്കര പറയണതല്ല, എന്നാണ് ഞാൻ പറയണത്. സെക്സ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഒരു സമയത്ത് സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് പിന്നെ പറ്റാതായി. അന്ന് തൊട്ട് ഞാൻ നേരെ താഴത്തേക്ക് പോയി. മീൻസ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒഴിവാക്കിയോടുകൂടി ഇതെന്താ വെച്ചാൽ അമിത ആവാനും പാടില്ല, എന്നാലോ കുറയാനും പാടില്ല. അതായത് ശരിക്കും നമ്മുടെ ഫുഡിന്റെ പോലത്തെ ഒരു നീഡാണ്, നമ്മുടെ ബോഡിക്ക് ഒരു ആവശ്യമാണ് ഈ സെക്സ് എന്ന് പറഞ്ഞ സംഭവം. നമ്മളിപ്പോ ഒന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഹീൽ ആവും അല്ലേ. എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം ഒരു ഹീലിംഗ് പ്രോസസ് അവിടെ നടക്കുന്നത്. അത് ആ സമയത്ത് കെമിക്കൽസ് നന്നായിട്ട് വേരിയേഷൻ, മീൻസ് കെമിക്കൽസ് എല്ലാം ബാലൻസ് ആവും. നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഡോപ്പമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ അങ്ങനെയുള്ള പോസിറ്റീവ് ഹോർമോൺസ് സെക്സ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ അത് അമിതമായി കഴിഞ്ഞാലും പ്രശ്നമാണ്, എന്നാൽ ഒട്ടും ഇല്ലാണ്ടിരുന്നാലും പ്രശ്നമായിട്ട് മാറും. അപ്പൊ സെക്സ് വേണം, പക്ഷെ അത് കൂടുതലാവാനും പാടില്ല. അപ്പൊ അത് വരുന്ന സമയത്ത് അതിന്റെ ഒരു ഹാപ്പി ഹോർമോൺസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പൊ നമുക്കിപ്പോ ഡോപ്പമിൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ കൂടും. ക്ലിയർ ആയോ? ഓക്സിറ്റോസിൻ കൂടുമ്പോൾ നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നും. ഇത് ശരീരത്തിന്റെ ആവശ്യമല്ലേ സെക്സ് എന്ന് പറയുമ്പോൾ. പല ആൾക്കാർക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നമ്മുടെ ബ്രെയിനിൽ എന്താണ് ഇത് തെറ്റാണെന്നൊരു ബോധം ചെറുപ്പം മുതലേ ഫീഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇത് നല്ലതാണ്. പക്ഷെ സാഹചര്യവും ആളുകളെയും എല്ലാം നോക്കി വേണം ഇതൊക്കെ ചെയ്യാൻ. എല്ലായിടത്തും പോയി അത് ചെയ്യാൻ പാടില്ല. എനിക്ക് നല്ലതെന്ന് പറഞ്ഞോണ്ട് ഓടിച്ച് എന്തൊക്കെയല്ല എന്റെ പൊന്നെ ഇന്റർവ്യൂ കണ്ടോണ്ട്. ഈ എന്താ പറയാ, ഇതിനെല്ലാം മെൻഷൻ വരാൻ പോകുന്നത് ഇതുവരെ കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരുടെ പേരുകളായിരിക്കും ഇതിനല്ലേ. സെക്സിന്റെ കാര്യം എന്താണെന്ന് അറിയോ? ചില ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അപ്പൊ ഫുഡിനോട് ചില ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ദേഷ്യം സങ്കടമൊക്കെ കൂടുതലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ എന്നെയൊക്കെ പലപ്പോഴും ചില ആൾക്കാർ വലിക്കാറുണ്ട്. അതായത് ഇപ്പോ ചില സെക്സിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്, ഇത് പലർക്കും അറിയത്തില്ല കേട്ടോ. ഇപ്പൊ ഹോമോ സെക്സ്വൽ അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഇപ്പൊ ചിലപ്പോൾ എന്നോട് പറയാറുണ്ട് എനിക്ക് അങ്ങനത്തെ ആണ് ഇഷ്ടം, പക്ഷെ ഞാൻ എന്നെ പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങാറില്ല. മനസ്സിലായോ? അതായത് ഞാൻ ആ ഒരു അവസ്ഥ കാണിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാറില്ല. അയ്യോ, അത് പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ചില സ്ത്രീകൾ നമ്മളോട് വിളിച്ചു പറയും അവർക്ക് ഭയങ്കരമായിട്ട് ഒരാളെ ടച്ച് ചെയ്താൽ തന്നെ, മീൻസ് ബസ്സിലൊക്കെ പോകണമെങ്കിൽ ഒരാൾ ടച്ച് ചെയ്താൽ അവർക്ക് ഒരു താല്പര്യം തോന്നും സെക്സിനോടുള്ള. അപ്പൊ അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പുറത്തിറങ്ങില്ല. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ദേഷ്യം കൂടുതലുള്ള ആൾക്കാരെ പോലെ തന്നെ സെക്സിന് ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. അത് പലപ്പോഴും ദൈവത്തോർത്ത് വിളിച്ചു ചോദിച്ചേക്കല്ലേട്ടോ അത് ആരാണ് അങ്ങനെയുള്ളവരുടെ നമ്പർ ആരാന്നൊക്കെ പറഞ്ഞു കമന്റുകൾ അതായിരിക്കും ഫുള്ള്. ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കേരട്ടന്മാരുടെ പെരുന്നാളായിരിക്കും. സെക്സ് ഒരിക്കലും മോശമല്ല, അത് ദൈവികമാണ്. ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് എപ്പോഴാണ് കിട്ടുക അല്ലേ? നമുക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെ അല്ലേ
അല്ലേ? അല്ല, ഞാനിപ്പോ എന്ത് പറഞ്ഞാലോ ട്രോളാവും. ഇല്ല, സെക്സ് ദൈവികം, പക്ഷെ അതിനൊരു ലിമിറ്റ്, മീൻസ് അതിനൊരു ബൗണ്ടറി, ഒരു ഇതുണ്ടല്ലോ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ചട്ടക്കൂടുണ്ട്. ദൈവം തന്നതും പറഞ്ഞുകൊണ്ട് വാരിക്കോരി അല്ലേ? അതെ. ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസിലാണ് മാസ്റ്റർബേഷൻ. അതുകൂടി ഞാൻ ഈ സമയത്തൊന്ന് ഓർമ്മിപ്പിക്കാം. ഈ മാസ്റ്റർബേറ്റ് അഡിക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇത് നമ്മൾ അതായത് ഉറക്കം വരാത്തപ്പോ മേ ബി അതായത് ഇത് ചെയ്യുമ്പോൾ ഒരു ഡോപ്പമിൻ ഒരു അതാ കിട്ടുന്നത്. നമുക്ക് അഡിക്ഷൻസ് വരുന്നതൊക്കെ ഡോപ്പമിൻ ആണ്. ഇത് നമ്മൾ ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അവിടെ വയറിംഗ് ചെയ്യപ്പെടും. ബ്രെയിൻ എല്ലാ എക്സ്പീരിയൻസും അവിടെ പ്രോഗ്രാം ചെയ്യാണ്. അങ്ങനെ വയറിംഗ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറക്കം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മാസ്റ്റർബേറ്റ് ചെയ്യണം. ഇപ്പം സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ ഫുഡ് കഴിക്കണമെങ്കിൽ സ്മോക്ക് ചെയ്യണം, ബ്രെയിൻ വയറിംഗ് ചെയ്യും. ചില കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ടി വി അപ്പുറത്ത് വെച്ചിട്ട് പഠിക്കാൻ വിചാരിച്ചോളൂ. പിന്നെ ഇവർക്ക് ഇതിങ്ങനെ വീട്ടിലങ്ങനെ സാഹചര്യം കൊണ്ട് ടി വി അവിടെ വെച്ചിട്ട് ഓൺ ചെയ്തിട്ട് പഠിക്കുന്ന സിറ്റുവേഷൻ ആണ്. ഇതങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ ടി വി ഓണാക്കി കുട്ടിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാർക്ക് ഉറങ്ങുമ്പോൾ ഫാനിന്റെ ടക് ടക് എന്ന ശബ്ദം ഉണ്ടല്ലോ, അത് ഉറക്കം വരത്തില്ല. അതേപോലെ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പക്ഷെ തെറ്റായ രീതിയിലുള്ള ലൈംഗികത പിന്നെ അവിടെ പ്രോഗ്രാം ചെയ്യും. അവർ പലപ്പോഴും എന്താ ചിന്തിക്കുക, പിന്നെ കല്യാണം കഴിഞ്ഞാലും അവർക്ക് എന്റെ വൈഫ് ഒന്ന് പോയിട്ട് വേണം എനിക്കൊന്ന് മാസ്റ്റർബേറ്റ് ചെയ്യാന്നുള്ള ചിന്തയിലാണ് അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. ഷുവർ, അത് ഒത്തിരി ആൾക്കാർക്കുള്ള അഡിക്ഷൻസ് ആണ്. അത് പുരുഷനിലുണ്ട്, സ്ത്രീകളുണ്ട്. തെറ്റായ രീതിയിലുള്ള, അതായത് എന്ത് കാര്യം നമ്മൾ ബ്രെയിനെ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ അത് ഏറ്റെടുക്കും. അതിന് ന്യൂറോൺസ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ പ്രോഗ്രാം ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഊരിപ്പോരാൻ കുറച്ച് റിസ്ക് ആണ്. അപ്പൊ തെറ്റായ രീതിയിലുള്ള ലൈംഗികത ലൈഫിനെ തകർക്കും. ഇവിടെ പലരും ഉണ്ടോ ഈ പറയുന്ന പോലെ ഒന്ന് ഫ്രീ ആയിട്ട് വേണം മാസ്റ്റർബേറ്റ് ചെയ്യാന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അപ്പൊ ആ ഒരു ഫ്രീ ആവുമ്പോ ആദ്യം ചിന്തിക്കുന്ന ഓക്കെ മാസ്റ്റർബേറ്റ് ചെയ്യാം, കുറച്ച് നേരം തുടങ്ങണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട്. അതെ, നമ്മുടെ അടുത്ത് എപ്പോഴും പേഴ്സണലി എന്ന് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇങ്ങനെ അഡിക്ഷൻസ് ഉണ്ട്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ പറയാറുണ്ട്. അപ്പൊ അതില് പിന്നെ അത് പെട്ട് കഴിഞ്ഞിട്ട്, പക്ഷെ അതൊക്കെ മെഡിറ്റേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അത് കെമിക്കൽസിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസിനെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇതിന്റെ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ, ഇതേപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബാത്റൂമിൽ പോകുന്നവരെ സിഗരറ്റ് വലിക്കണം എന്ന് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട്. ഈ പറയുന്ന ഇതേപോലെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് ലഹരി. പലരും സ്വന്തമായിട്ട് ന്യായീകരിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട്. കഞ്ചാവ് അത് നാച്ചുറലാണ്, സിന്തറ്റിക്കിന് ഞാൻ എതിരാണ്. പലരും പറഞ്ഞിട്ടുണ്ട് പ്രകൃതി നമുക്ക് തരുന്നതാണ്. ആ പ്രകൃതി തരുന്ന ആ കഞ്ചാവിന് അത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? ശരിക്കും കഞ്ചാവ് വലിക്കുമ്പോൾ തന്നെ വലിച്ചവർക്ക് അറിയുണ്ടാവും, പക്ഷെ ഇത് കേൾക്കുന്ന ഇന്റർവ്യൂ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. കഞ്ചാവ് വലിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം പറ്റും. അത് വായിലെ വെള്ളം ഫുള്ള് ബോഡിയിലത്തെ വെള്ളം മുഴുവൻ കെമിക്കൽസിനെ പറ്റിക്കാനുള്ള ചാൻസ് ഇത് കൂടുതലാണ്. ബ്രെയിനിലെ കുറെ കെമിക്കൽസിനെ വരെ അതിനെന്ത് ചെയ്യും, അതൊന്നും ഇല്ലാണ്ടാക്കിയിട്ട് മാറ്റും. അത് ആ വെള്ളം ബോഡിയിലുള്ള ഓരോ പിന്നെ വെള്ളം ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥ. മീൻസ് അങ്ങനെ വരുന്ന സമയത്ത് ബ്രെയിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഫസ്റ്റ് സമയത്തൊക്കെ അതായത് കെമിക്കൽ വേരിയേഷന്റെ ഭാഗമായിട്ട് ആ ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്കൊരു സന്തോഷമോ അല്ലെങ്കിൽ പിന്നെ ഡോപ്പമിൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പക്ഷെ അത് കുറച്ച് ഞാൻ കുറയും. പിന്നെ ആ വ്യക്തിന് ഒന്നിനും പറ്റത്തില്ല. ഈ കഞ്ചാവ് സ്ഥിരമായിട്ട് വലിക്കുന്ന ആൾക്കാർ അയാൾ സീറോ ആണ്, മീൻസ് അയാൾ ഒന്നിനും പറ്റത്തില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഒന്നിനും പറ്റത്തില്ല. അത് അവർക്ക് ആ മാറ്റം അവർക്ക് തിരിച്ചറിയുന്നില്ല, അവരറിയില്ല, അവരറിയാണ്ട് ആ ലൂപ്പിൽ പെട്ടുപോകുക. അപ്പൊ അറിയിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം അവരുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു ധാരണ വേണം. അതല്ലെങ്കിൽ പിന്നെ അവർ പെട്ട് കഴിയുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ എന്റെ ലൈഫ് മൊത്തം തകർന്ന ഇതിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അവരെല്ലാം നാളത്തേക്ക് മാറ്റി വെക്കും. ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരും. അവർക്ക് നല്ലൊരു ജീവിതം. ഇപ്പം സിന്തറ്റിക് ഡ്രഗ് ഞാൻ അടുത്തതാണ് സിന്തറ്റിക് ഡ്രഗ്. ഫിസിക്കൽ റിലേഷൻഷിപ്പിന് പവർ കൂട്ടാൻ വേണ്ടി സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഫസ്റ്റ് ടൈമിലുണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് പറ്റത്തേ ഇല്ല. ഫിസിക്കൽ റിലേഷൻഷിപ്പ് പറ്റത്തില്ല. ഡ്രഗ് യൂസ് ചെയ്തിട്ടും കാര്യമില്ല, അതിന് പറ്റത്തില്ല. ഫസ്റ്റ് ടൈമിൽ നന്നായിട്ട് അതിൽ നല്ല രീതിയിലായിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതിന് പറ്റില്ല. അത് സ്ത്രീക്കാണെങ്കിൽ പുരുഷനാണെങ്കിൽ പറ്റത്തില്ല, കാരണം കെമിക്കൽ വേരിയേഷൻ വരും. അത് മാത്രമല്ല, ആ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ സ്കീസോഫ്രീനിയ മീൻസ് നമുക്കില്ലാത്ത കാര്യങ്ങൾ ഒരാൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, സംശയം തോന്നുക. ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഫ്രണ്ട്സ് എല്ലാം സർക്കിളെല്ലാം തകർന്നിട്ടുണ്ടാവും. കാരണം സംശയരോഗം വരിക, തെറ്റിദ്ധാരണകൾ വരും, സംശയരോഗം വരും. ഈ സംശയരോഗമുള്ള കുറെ കേസുകളുണ്ട്. ഭാര്യ സംശയം. ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ ഞാൻ കുറെ കാലം ഞാൻ ഹിപ്നോട്ടിക് വിദഗ്ധനാണ്. ഒരാളെ പെട്ടെന്ന് ഹിപ്നോട്ടൈസ് ചെയ്യും. അപ്പം പലപ്പോഴും എൻ്റെ അടുത്തൊക്കെ വിളിച്ചിരുന്നത്, എൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന കേസ് ഞാൻ എടുക്കാറില്ല. ഭാര്യനെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യണം. ക്ലിയർ? എന്റെ ഭാര്യനെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യണം, ആൾക്കാരുടെ ബന്ധം ഉണ്ടെന്ന് അറിയണം. ഇത് ആ സംശയമുള്ള കുറച്ച് കഴിയുമ്പോ
മാസ്റ്ററിനെ സംശയിക്കില്ലേ? അങ്ങനെയുള്ള കേസ് പലപ്പോഴും ഞാൻ അവരെയും കൂട്ടിയിട്ട് മീൻസ് ഒരിക്കലും നമ്മൾ അവരോട് മീൻസ് ആ പെൺകുട്ടിയുടെ ഒറ്റയ്ക്ക് സംസാരിക്കാറില്ല. ഈ സംശയമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നതാണ് വലിയ അബദ്ധാട്ടോ. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അത് പലപ്പോഴും ഹെറിഡിറ്ററി വരും. അച്ഛന് അസുഖം ഉണ്ടെങ്കിൽ അതേപോലത്തെ മോനും അസുഖം വരാൻ ചാൻസ് ഉണ്ട്. മെഡിറ്റേഷനും നമ്മളും തമ്മിലുള്ളൊരു ബന്ധം എന്താ ശരിക്കും? അതായത് ഒരു ആവശ്യകത എന്താ? അതെ, ഇപ്പൊ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം, അതോടുകൂടി ലൈഫ് മൊത്തം മാറി. അതായത് ഇപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫ് മൊത്തം മാറുന്നൊരവസ്ഥ. അതായത് നിങ്ങൾ ഇതുവരെ പോയ പോലെ ആയിരിക്കില്ല. അത് നമ്മളിപ്പോ ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്തായിരിക്കും ഉണ്ടാവുക, എല്ലാം ഒന്ന് സ്മൂത്ത് ആയി പുതിയൊരു ഇത് വരും. അതേപോലെ ഇപ്പൊ ശ്രീനാഥ് മെഡിറ്റേഷൻ പ്രാക്ടീസിനോട് കൂടി നിങ്ങളുടെ റേഞ്ച് മൊത്തത്തിൽ മാറുന്ന അവസ്ഥയിലുണ്ട്. അതായത് നിങ്ങളും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തു, നിങ്ങളെ തിരിച്ചറിയുന്നു, നിങ്ങളുടെ ലൈഫ് മൊത്തം മാറുന്ന അവസ്ഥയിലോട്ട് മാറും. ശരിക്കും സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഡിപ്രഷൻ കൂടുതൽ? ഇപ്പൊ മാസ്റ്ററിന്റെ അടുത്ത് വരുന്നത് കൂടുതൽ അപ്പൊ നമ്മുടെ കൂടുതൽ സ്ത്രീകൾ വരാറുണ്ട്. സ്ത്രീകൾ വരിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പിന്നെ നോർമൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു സ്ത്രീ ഒരു പൂർണ്ണ സ്ത്രീ ആയിട്ട് മാറുന്ന സമയത്ത് കെമിക്കൽ വേരിയേഷൻ ഉണ്ടാവും. അത് പുരുഷനുണ്ട് സ്ത്രീക്കുണ്ട്. അപ്പോൾ ആ പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ വേരിയേഷന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇപ്പൊ നമുക്കറിയാം കുട്ടികളൊക്കെ പഠനം കുറച്ച് മോശമാകുക എപ്പോഴെന്നറിയോ? അവരൊരു പ്രായപൂർത്തിയാകുന്ന സമയത്താണ് പഠനം മോശമാവുക. അവർ ദേഷ്യപ്പെടുന്നു, സങ്കടപ്പെടുന്നു, അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ? അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ഈ കുട്ടി ഇങ്ങനെ തർക്കുത്തരം പറയുന്നു, ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, കുട്ടി എനിക്ക് എതിരായിട്ടുണ്ടെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഇതേപോലെ തന്നെ സ്ത്രീകൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവും. അപ്പോഴും കെമിക്കൽസ് വേരിയേഷൻസ് ഉണ്ടാവും, പുതിയ ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ മെനപ്പോസിന്റെ ടൈം ഇത് പലരും മനസ്സിലാക്കുന്നില്ല. അതായത് പിന്നെ പീരീഡ്സ് നിൽക്കുന്ന ഒരു സമയമുണ്ട്, ശരിക്കും പ്രായമാകുമ്പോൾ, അതായത് 45 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് മെനപ്പോസ് തുടങ്ങുന്നതിന്റെ ഒരു 5 വർഷം മുമ്പൊക്കെ ചിലപ്പോൾ ചിലർക്ക് അതിൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഈ ഹോർമോൺസിൽ വേരിയേഷൻ വരും. അതായത് ഈസ്ട്രോജൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽസ് ഉണ്ട്, സ്ത്രീ ഹോർമോണാണ്, അത് കുറയും. ആ കുറയുന്ന സമയത്ത് പിന്നെ അവിടെയാണ് തുടങ്ങുന്നത്. മീൻസ് പിന്നെ മെനപ്പോസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഇവിടെ വേരിയേഷൻ വരുന്നതോട് കൂടി ഇവർക്ക് മൂഡ് സ്വിങ്സ് വരും, ദേഷ്യം വരും, സങ്കടം വരും. പിന്നെ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ഒരു ഡിപ്രഷനിലോട്ടൊക്കെ പലപ്പോഴും, അല്ലെങ്കിൽ ആൻസൈറ്റി വരിക, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്, ഓവർ തിങ്കിങ് ഒക്കെ വരാറുണ്ട്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. മെനപ്പോസിന്റെ സമയം പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും പല ഇഷ്യൂസ് ഉണ്ടാവാം. കാരണം മക്കളെ വിഷമിപ്പിച്ചുകൊണ്ടൊരു ധാരണ, അതായത് അവർക്കൊപ്പം ചെറിയ വിഷമം പോലും വലിയൊരു വിഷമമായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ, കാരണം അവർ നിർബന്ധമായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ആ ടൈമിലാണ് മോന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, മരുമോളോട് ദേഷ്യം വരാം. ഈ ടൈമിലാണ് ഈ പ്രശ്നങ്ങൾ, അത് അവര് പോലും അറിയാതെ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോ നമ്മള് സ്ത്രീകളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആ കെമിക്കൽ വേരിയേഷൻ വരുന്ന സമയത്ത് നമുക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വരും. അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് മെനപ്പോസ് ആണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് മെനപ്പോസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങൾ ട്രെയിനിങ് എടുക്കുമ്പോൾ പറയാറുണ്ട്, പലപ്പോഴും പറയും അമ്മ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുന്നു, ഭയങ്കരമായിട്ട് ഇപ്പം പിടിച്ചാൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് പറയുന്നു വൈഫ് പഴയ പോലെ ഒന്നും അല്ല, അത് മെനപ്പോസിന്റെ സമയമാകുമ്പോ അങ്ങനെ വരും. അപ്പൊ അതിനെക്കുറിച്ച് അവെയർ അല്ല ആൾക്കാര്. അങ്ങനെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഞാൻ പറയുന്നു ഒരു 40 വയസ്സിന് മുകളിലെ, അതായത് 40 വയസ്സിന് മുകളിൽ എന്തായാലും മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. യോഗ, മെഡിറ്റേഷൻ എന്തായാലും ചെയ്യണം. കാരണം ഈ കെമിക്കൽസിന് നമുക്ക് ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമുക്ക് ഇത് ഈ മെഡിറ്റേഷൻ ത്രൂ തന്നെ പറ്റത്തുള്ളൂ. ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ അവര് ആ ഒരു രീതിയിലേക്ക്, ഒരു പുരുഷൻ ഒരു സ്ത്രീയിലേക്കുള്ള ഒരു യാത്രയുണ്ട്. പലരും നമ്മളോട് പറഞ്ഞിട്ട് ഇത് അവരൊന്നും മോശപ്പെടുത്തുന്നല്ല, എന്താ പറയാ, അവരൊന്നും കുറ്റം പറയുന്നു, വേറെ ഒന്നുമല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ മര്യാദക്ക് ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അവസ്ഥയാണ്, ഇങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു മൈൻഡിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് ശരിക്കും ചില ജനറ്റിക്കൽ ആയിട്ടുള്ള എററാണ്. അതായത് ഒരു പിന്നെ DNA വരുന്ന എററാണ് ഇത് സംഭവിക്കുന്നത്. അത് ജനറ്റിക്കൽ ഡിസോർഡർ ആണ്. ഡിസോർഡർ എന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മീൻസ് നമ്മളൊരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, ആണുമായിട്ടില്ല പെണ്ണുമായിട്ടില്ല, അവിടെ സ്റ്റെക്കായി. ഒരു സിസ്റ്റത്തിന് 2 സിസ്റ്റം കൂടി ചേരുമ്പോഴാണല്ലോ ഒരു ആളുണ്ടാകുന്നത് അല്ലേ? 2 അച്ഛന്റെ അമ്മയുടെ ഇതൊരു പുതിയൊരു സിസ്റ്റം, പുതിയൊരു സാധനം ഉണ്ടാകുന്ന പോലെ അവിടെ ഏതോ ഒരാൾ കോപ്പി ചെയ്തൊരു ചെറിയ ഇഷ്യൂസ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് ആണും അല്ല പെണ്ണും ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുവാണ്. പിന്നെ ഇവരെന്താ ചെയ്യാം? ഇവർക്കും ഇവിടെ ജീവിക്കണ്ടേ? അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. നമ്മളൊക്കെ എത്രയോ ആൾക്കാർ വിളിക്കാറുണ്ട്, അവര് ഗേ ആണ്, അല്ലെങ്കിൽ ഇത് അത് അവരനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്, അത് സൊസൈറ്റി മനസ്സിലാക്കുന്നില്ല. തീർച്ചയായിട്ടും അവര് അങ്ങനത്തെ ആളുകളെ കല്ലെറിയാണ് സൊസൈറ്റി ചെയ്യുന്നത്. ഇതിലൂടെ 2 വലിയ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാല്
ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇങ്ങനത്തെ ഒരാള് ഇത് മറച്ചു വെച്ചൊരു കല്യാണം കഴിക്കും, ഒരു കുടുംബം അവിടെ തകരും. എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. അതായത് കല്യാണം കഴിച്ചിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല, ഒരുപക്ഷെ ഹസ്ബൻഡ് ഗേ ആയിരിക്കും, അറിയില്ല. ഇയാൾക്ക് സൊസൈറ്റിയിൽ ഞാനത് ആണെന്ന് പറയാനുള്ള, അതായത് പറഞ്ഞു കഴിഞ്ഞോട് കൂടി ആൾ മുഴുവൻ ആക്രമിക്കുകയാണ്. അവരുടെ വീട്ടുകാർ അവരെ എതിർക്കുകയാണ്. വീട്ടുകാരെ എതിർക്കാൻ പാടില്ല, കാരണം വീട്ടുകാരാണ് അവരെ അവരെ കെയർ ചെയ്യേണ്ടത്. കാരണം അവരിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് അല്ലേ, അവിടെ ഉണ്ടാകുന്ന ഒരു എററാണ്. അത് അവരെ അക്സെപ്റ്റ് ചെയ്യണം, അവരെ മാറ്റി നിർത്തുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ അങ്ങനെ വരുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് മാറ്റി നിർത്തുമ്പോൾ കല്ലെറിയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ വരാൻ മടിക്കുന്ന സമയത്ത് അവിടെ പോയി പെടുന്നത് സ്വാഭാവികമായിട്ടും നല്ല വിവാഹ ജീവിതത്തിലോട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അത് ആ കുട്ടിയുടെ ഭാവി കൂടി നഷ്ടപ്പെടുകയാണ്. അതിന് പകരം അവർ വരട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, അവർക്ക് അതിന് പറ്റുന്ന പാർട്ട്നേഴ്സ് ഇവിടെ ഉണ്ട്. ഇനി വേറെ കാര്യങ്ങളും പറയാം. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഈ ഗേ എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ മാത്രമൊന്നുമല്ല, മീൻസ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ മൃഗങ്ങളിലുണ്ട്. ഇതിനെ കുറിച്ച് ആളുകൾക്ക് അവെയർ അല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? ആ എറർ മീൻസ് ആ എറർ എന്ന് നമുക്ക് പറയാൻ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എല്ലാം വേണം, ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും വേണം. ഇപ്പൊ ഒരാളുടെ ഇഷ്ടമായിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടം ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ആൾക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഓരോ സോളിന് ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകാനുണ്ട്. ഇതിന് ഇനി വേറെ കാര്യം പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ആളുകളെ പരിഹസിക്കുന്ന ആൾക്കാർ, ഈ ട്രാൻസ്ജെൻഡേഴ്സിനും ഗേനൊക്കെ പരിഹസിക്കുന്ന ആൾക്കാർ, അവർ വലിയ ഒരു പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾ, നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകൾ, നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്തപ്പെടും, പരിഹസിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് അതിന്റെ ഒരു കർമ്മഫലം വന്നു ചേരാനായിട്ട് ഉണ്ട്. കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്, മനസ്സിലായോ? അപ്പൊ നമ്മളൊരാളെ വികലാംഗരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നില്ലേ, ഇനിയിപ്പോ അവര് നമ്മളെ ആൾക്കാരല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവർ ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കുന്നത് അല്ലേ. അത് നമ്മുടെ ആളുകളുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും ശരിയായിട്ടില്ല, അതേ പറയത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം മാസ്റ്റർ. നമുക്കിപ്പോ ഈ ക്യാമ്പിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഇതെല്ലാ മാസം ഒരു 3 ടൈം ഉണ്ടാവും. 1.5 ദിവസത്തെ ക്യാമ്പാണ് നമ്മുടെ ക്യാമ്പ്. നമ്മുടെ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേകിച്ച് ഒരു സ്പിരിച്വാലിറ്റിയാണ്, അതായത് ആത്മീയത അല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതും കൂടി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലാണ്. അതായത് ഇതിൽ മതവും ജാതിയും ഒന്നുമില്ല, എല്ലാ മനുഷ്യർക്കും. ഈ മതവും ജാതിയും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പോലും അത് സയന്റിഫിക് സൈഡാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഒക്കെ അത്രയും കോർ സാധനമാണ്. അപ്പൊ അത് എല്ലാ മാസവും 2-3 തവണ നടക്കുന്നുണ്ട്. കോഴിക്കോടാണ് ഇപ്പൊ സ്കൂളിൽ ചെയ്യുന്നത്. ബുക്ക് ചെയ്തിട്ട് ആദ്യമേ വരണം. പറ്റുന്നതും ഫാമിലി ആയിട്ട് കൂടി വരികയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിപ്പെടുന്ന ആൾക്കാര് ഒന്നെങ്കിൽ വലിയ ഗോളുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ മാനസികമായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്സും അങ്ങനെ ആൻസൈറ്റിയും അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ലൈഫ് ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നിന്ന് ഉണ്ടാവും. എന്തായാലും ഇതേപോലത്തെ ക്യാമ്പിങ്ങുകളെല്ലാം ഇനി ഒരുപാട് സംഘടിപ്പിക്കാൻ പറ്റട്ടെ. നമുക്ക് ഈ വളരെ കുറച്ച് നേരം തൊട്ട് ഞാൻ കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ട്, പക്ഷെ ഇതുകൊണ്ടൊന്നും തീരില്ല, നമ്മൾ ഒന്നും കൂടി ഇരിക്കേണ്ടി വരും. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എനിക്ക് തന്നെ എന്തൊക്കെയോ വെളിച്ചങ്ങൾ അവിടെ ഇവിടെയൊക്കെ നക്ഷത്രം തെളിഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന പലർക്കും പല മാറ്റങ്ങളും ഉണ്ടാവട്ടെ, താങ്കളുടെ അടുത്ത് എത്തിപ്പെടാൻ സാധിക്കട്ടെ. എന്തായാലും ഒരുപാട് ആശംസകൾ. എന്നാലും ക്യാൻസറിനെ പോലും മെഡിറ്റേഷൻ കൊണ്ട് തോൽപ്പിച്ച ഒരാളാണ് നിങ്ങള്. ഭ്രാന്തിന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു സ്ഥലത്തുനിന്ന് തിരിച്ചു വന്ന് പലരെയും നല്ല രീതിയിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതേപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. നിങ്ങളുടെ സേവനം ലോകത്തെല്ലാവരും അടുത്ത് എത്തട്ടെ, അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.